പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണല്ലോ. വിക്ടേഴ്സ് ചാനലിലൂടെ നിങ്ങൾ നിങ്ങളുടെ പാഠഭാഗങ്ങളെല്ലാം ഭംഗിയായി ആസ്വദിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 3ാമത്തെ ചാപ്റ്റർ കുറച്ച് ഭാഗം ഒന്ന് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. ഓക്കെ. Many Europeans came to India for trade. Who are they? Very good. The Portuguese, the Dutch, the French, and the English. Okay. They came to India for collecting what? Spices. Then, after defeating the French, the English acquired the monopoly of the trade. After gaining the monopoly of the trade, they tried for the acquisition of power. ഫ്രഞ്ചുകാരെ തോൽപ്പിച്ച് ഇംഗ്ലീഷുകാർ നമ്മുടെ നാട്ടിൽ അധികാരം സ്ഥാപിച്ചു, കച്ചവട ആധിപത്യം സ്ഥാപിച്ചു. അതിനുശേഷം അവർ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. ഈ ഭാഗത്തിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കിയാലോ? സംസ്കാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും അക്ഷയഖനിയായിരുന്നു ഭാരതം. ഈ സമ്പത്തിനെക്കുറിച്ച് കേട്ടറിഞ്ഞ വിദേശ ശക്തികൾ ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള വഴികൾ തേടി. ഒടുവിൽ വാസ്കോ ഡ ഗാമ എന്ന നാവികൻ 1498 ഈ അക്ഷയഖനിയിലേക്കുള്ള ഒരു കടൽ മാർഗം കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കപ്പലിറങ്ങി. തുടർന്ന് പലരും. ഇത് ഒരു പുതിയ ചരിത്രത്തിൻ്റെ നാഴികക്കല്ലായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് ചൂഷണത്തിൻ്റെ കഥ ആരംഭിക്കുന്നു. വിരുന്നു വന്നവർ വീട്ടുകാരായി. ഇവിടത്തെ അമൂല്യ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു. ചിന്നിച്ചിതറിക്കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ അവർ തമ്മിലടിപ്പിച്ചു. അവിടെ ഉതിർന്ന ചുടുചോര അവർ നക്കിക്കുടിച്ചു. പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഇവിടെ എത്തിച്ചേർന്നെങ്കിലും ഇവിടെ ഒരു രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത് ബ്രിട്ടീഷുകാർക്കായിരുന്നു. ആയിരത്തി 1757 നടന്ന പ്ലാസി യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളം ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ കമ്പനി വാഴ്ചയുടെ തുടക്കം കുറിച്ചു. വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് തേർഡ് ചാപ്റ്റർ, റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. We had already discussed the English conquered firstly Bengal. അല്ലേ? ബംഗാൾ ആണ് ആദ്യം ബ്രിട്ടീഷുകാർ കീഴടക്കിയ പ്രദേശം. Why? Very good. Because of the agricultural prosperity and the convenient trade facilities. കാർഷിക സമൃദ്ധിയും കച്ചവടത്തിനുള്ള സൗകര്യങ്ങളും കൂടുതലുള്ള പ്രദേശമായതിനാൽ ബ്രിട്ടീഷുകാർ ആദ്യമായി കീഴടക്കിയത് ബംഗാളായിരുന്നു. ഈ ബംഗാളിൽ താമസിച്ചിരുന്ന നഗോഡാസ്, അവരെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത്. നഗോഡാസ്. ഹു വെയർ നഗോഡാസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ നഗോഡകളെ കുറിച്ച്? ഇല്ല അല്ലേ? നഗോഡാസ് വെയർ ദ സെറികൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡാസ്. പട്ടുനൂൽ പുഴുവിനെ വളർത്തി അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിൽക്ക് കളക്ട് ചെയ്തിരുന്നവർ. So, Nagodas were the
sericulturists of Bengal, and the weavers from different countries came there to buy the silk they produced. പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവരുടെ അടുത്ത് വന്നിരുന്നു. എന്തിനാണ്? അവരിൽ നിന്നും സിൽക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നഗോഡാസ് വളരെ സുഖമായി ജീവിക്കുന്ന കാലം. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ ബംഗാൾ കീഴടക്കിയത്. അതോടുകൂടി നഗോഡാസിന്റെ ജീവിതം വളരെ ദുരിതപൂർണമായി തുടങ്ങി. ബ്രിട്ടീഷ് സ്റ്റാർട്ടഡ് ടു എക്സ്പ്ലോയിറ്റ് നഗോഡാസ്. ബ്രിട്ടീഷുകാര് നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ നഗോഡകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്? നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് they were compelled to do weaving for meager wages. ബ്രിട്ടീഷുകാര് നഗോഡകളെ നിർബന്ധിപ്പിച്ചു. എന്തിനാണ്? നെയ്ത്ത് ജോലിയിൽ ഏർപ്പെടാനായിട്ട്. എങ്ങനെ? ഫോർ മീഗർ വേജസ്, കുറഞ്ഞ വേതനം, കുറഞ്ഞ കൂലി കൊടുത്ത് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു. അതാണ് they were compelled to do weaving for meager wages. Then the Nagodas became the bonded laborers of the company. അങ്ങനെ നഗോഡാസ് കമ്പനിയുടെ കീഴിലുള്ള തൊഴിലാളികൾ ആയിത്തീർന്നു. Then slave-like treatment. For the Nagodas were considered as slaves. അടിമകളെ പോലെയാണ് ബ്രിട്ടീഷുകാർ നഗോഡകളെ കരുതിയിരുന്നത്. അവർക്ക് യാതൊരു വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ലഭിച്ചിരുന്നില്ല. ഇനി ഈ ജോലി ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ജോലി ചെയ്യാന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ അതിന് സമ്മതിച്ചില്ല. ഡിനൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു സീക്ക് എനി അതർ ജോബ്സ്. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ നഗോഡാസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തത്? they were compelled to do weaving for meager wages. They became the bonded laborers of the company, denying opportunities to seek any other jobs, and Nagodas were considered as slaves. Okay. ഇനി ഈ അവസ്ഥയിൽ കുറച്ച് ആളുകൾ, some people were unwilling to do the work. കുറച്ച് ആളുകൾ ഈ ജോലി ചെയ്യാൻ തയ്യാറായില്ല. അവര് ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തു? They were cruelly tortured. അവരെ വളരെ ക്രൂരമായി പീഡിപ്പിച്ചു. And their properties were seized. സീസ്ഡ് എന്ന് വെച്ചാൽ കണ്ടുകെട്ടുക. അതായത് ജോലി ചെയ്യാൻ സമ്മതിക്കാതിരുന്ന ആളുകളെ ബ്രിട്ടീഷുകാർ ക്രൂരമായി പീഡിപ്പിച്ചു. അവരുടെ സ്വത്തെല്ലാം കണ്ടുകെട്ടി. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നഗോഡകളെല്ലാം കൂടിച്ചേർന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താണ്? നെയ്ത്ത് ജോലി ചെയ്യണമെങ്കിൽ തമ്പ് വേണം. ഇതാണ് തമ്പ്, അല്ലേ? അപ്പോൾ അവര് തീരുമാനിച്ചു കട്ടിങ് ദർ തംസ്. ഈ തമ്പ് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ the Nagodas cut off their thumbs as the protest against the policies of the British East India Company. ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പിന്റെ സൂചകമായിട്ട് നഗോഡാസ് അവരുടെ തംസ് കട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നഗോഡാസിനെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, നഗോഡകള് മാത്രമാണോ ബ്രിട്ടീഷുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്തത്? അല്ല. എന്താണ്? ദ കമ്പനി റൂൾ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ഓൾ ദ വർക്കേഴ്സ് എൻഗേജ്ഡ് ഇൻ ട്രഡീഷണൽ ഒക്യുപ്പേഷൻസ്. എന്താണ് ട്രഡീഷണൽ ഒക്യുപ്പേഷൻസ് എന്ന് വെച്ചാല്? പാരമ്പര്യമായി ജോലി ചെയ്തിരുന്ന എല്ലാ വിഭാഗം ആളുകളെയും ബ്രിട്ടീഷുകാര് ചൂഷണം ചെയ്യാൻ തുടങ്ങി. സോ ഹു വെയർ എക്സ്പ്ലോയിറ്റഡ് അണ്ടർ ദ കമ്പനി റൂൾ. ഇനി വേറെ ഏതെല്ലാം വിഭാഗം ജനങ്ങളെയാണ് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. They were farmers. Farmers means കൃഷിക്കാർ. Weavers എന്ന് വെച്ചാല് വെരി ഗുഡ്, നെയ്ത്ത് ജോലിക്കാർ.
ക്രാഫ്റ്റ്സ്മെൻ, കൈത്തൊഴിലുകാർ, ആൻഡ് ട്രൈബൽസ്. ട്രൈബൽസ് മീൻസ് ഗോത്ര വിഭാഗക്കാർ. അപ്പൊ ഹു വേ എക്സ്പ്ലോയിറ്റഡ് അണ്ടർ ദ കമ്പനി റൂൾ? ഫാമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ ആൻഡ് ട്രൈബൽസ്. ഇനി നമുക്ക് ഫാമേഴ്സിനെ പറ്റി പഠിക്കാം. ഹൗ ഡു ദ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റ് ദ ഫാമേഴ്സ്? With the subjugation of Bengal, the attention of the company shifted to the rich agricultural sector of region. ബംഗാൾ കീഴടക്കിയതിനു ശേഷം ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ മുഴുവനും കാർഷിക മേഖലയിലോട്ടായി. അങ്ങനെ they started to exploit the farmers. How? നമുക്കൊന്ന് നോക്കാം. First point, levied heavy taxes on farmers. അമിതമായ നികുതി ഭാരം. നമ്മളെല്ലാം ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തും ഈ ടാക്സ് നിലവിലിരുന്നു. പക്ഷേ അത് കൃഷിക്കാർക്ക് താങ്ങാവുന്നതിനും കൂടുതലായിരുന്നു. അതാണ് ലെവീഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ്. Second point, no tax concession were sanctioned even when drought and flood destroyed the agriculture. No tax concession were sanctioned. നികുതി ഇളവ് നൽകിയിരുന്നില്ല. എപ്പോൾ? when drought. എന്താ ഡ്രോട്ട് എന്ന് വെച്ചാല്? വെരി ഗുഡ്, വരൾച്ച. വരൾച്ചയോ ഫ്ലഡോ? വെരി ഗുഡ്, വെള്ളപ്പൊക്കം. ഡ്രോട്ടോ ഫ്ലഡോ വരുന്ന കാലത്ത് ഫാമേഴ്സിന്റെ കൃഷിയെല്ലാം നശിക്കൂലേ? അപ്പോഴൊന്നും അവർക്ക് ടാക്സ് കൺസെഷൻ നൽകിയിരുന്നില്ല. ഓക്കെ. Then 10 points, middlemen or zamindars were assigned to the duty of collecting tax. നികുതി പിരിക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ആരെയാണ് ഏൽപ്പിച്ചിരുന്നത്? മിഡിൽമെൻ അല്ലെങ്കിൽ സമീന്ദാസ്. അവരാ ജോലി അവരുടെ കൃത്യമായി ചെയ്യും. കാരണം എന്താണ്? ഫോർ എക്സാമ്പിള് ടീച്ചർ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാര് ഇവരോട് പറഞ്ഞു ഒരു 20 rupees ഫാമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാല് ഇവരെന്ത് ചെയ്യും? 30 rupees കളക്ട് ചെയ്യും. എന്നിട്ടോ ഈ 20 rupees ബ്രിട്ടീഷുകാർക്ക് കൊടുക്കും, 10 rupees ഇവരുടെ പോക്കറ്റിൽ എടുക്കും. ഓക്കെ. അങ്ങനെ അവര് നല്ല ലാഭമുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് അവരത് കൃത്യമായി ചെയ്യുമായിരുന്നു. Then fourth point, imposed the condition that the tax was to be paid in the form of cash. അതായത് കർഷകർക്ക് ബുദ്ധിമുട്ട് വന്ന സമയത്തെല്ലാം ഇവർക്ക് ടാക്സ് എപ്പോഴും ഇവർക്ക് ടാക്സ് എന്താണ്? ക്യാഷ് രൂപത്തിൽ പൈസയായിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. അപ്പൊ കാർഷിക ഉൽപ്പന്നങ്ങളായിരിക്കും ഇവരുടെ കയ്യിൽ കൂടുതലും അല്ലേ? അപ്പൊ അതൊന്നും കൊടുത്താൽ പോരാ. ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. അതും കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടിയായിരുന്നു. അടുത്തതാണ് ദ ഫാമേഴ്സ് ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ സാഹൂസ്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഫാമേഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? സാഹൂസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ വേർഡ് സാഹൂസ്? ഇല്ല അല്ലേ? സാഹൂസ് എന്ന് വെച്ചാല് പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് അറ്റ് ദ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. വളരെ ഉയർന്ന പലിശയ്ക്ക്, കൊള്ള പലിശയ്ക്ക് പണം കടം കൊടുത്തിരുന്നവരാണ് സാഹൂസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് എന്താണ് പറയുന്നതെന്ന് നോക്കാം. The company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton, jute and indigo. ബ്രിട്ടീഷുകാർ കണ്ടെത്തി ബംഗാളിലെ ഈ ഫലഭൂയിഷ്ടമായ ഈ പ്രദേശങ്ങൾ കൊമേഴ്സ്യൽ ക്രോപ്സ് കൃഷി ചെയ്യുന്നതിന് പറ്റിയ സ്ഥലമാണ്. എന്താണ് കൊമേഴ്സ്യൽ ക്രോപ്സ് എന്ന് വെച്ചാല്? നാണ്യ വിളകൾ. വെരി ഗുഡ്. അതുവരെ ബംഗാളിലെ ഫാമേഴ്സ് അവിടെ കൃഷി ചെയ്തിരുന്നത്
ഫുഡ് ക്രോപ്സ് ആയിരുന്നു, അതായത് ഭക്ഷ്യവിളകൾ. ഭക്ഷ്യവിളകൾക്ക് എക്സാമ്പിൾ പറയാമോ? വെരി ഗുഡ്. റൈസ്, വീറ്റ്, മെയ്സ്, റാഗി എക്സെട്ര. ഇനി എന്തുകൊണ്ടായിരിക്കാം ഇവർ ഈ കൊമേഴ്സ്യൽ ക്രോപ്സ് കൃഷി ചെയ്തത്? നമുക്ക് നോക്കാം. These were the major raw materials for the industries in England. ബ്രിട്ടീഷുകാര് ഇംഗ്ലണ്ടിൽ ചെയ്യുന്ന വ്യവസായം, ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽസ് ആയിരുന്നു ഇത് കോട്ടൺ, ജൂട്ട് ആൻഡ് ഇൻഡിഗോ. അതുകൊണ്ട് അവരുടെ ഇൻഡസ്ട്രി, വ്യവസായം നടത്തുന്നതിന് വേണ്ടിയാണ് കോട്ടൺ, ജൂട്ട് ആൻഡ് ഇൻഡിഗോ നമ്മുടെ നാട്ടില് കൃഷി ചെയ്തത്. മനസ്സിലായോ? ഓക്കെ. Then consequently they decided to expand its cultivation and forced it to the farmers to do so. അവര് ഫാമേഴ്സിനെ ഫോഴ്സ് ചെയ്തു, കമ്പൽ ചെയ്തു. എന്തിനാണ്? കൊമേഴ്സ്യൽ ക്രോപ്സ് കൃഷി ചെയ്യാനായിട്ട്. വാട്ട് വാസ് ദ റിസൾട്ട്? എന്തായിരുന്നു അതിന്റെ ഫലം? The fields that were used only for the cultivation of food crops changed into the plantations of cotton, jute and indigo. ഫുഡ് ക്രോപ്സ് മാത്രം കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളെല്ലാം വലിയ പ്ലാന്റേഷൻസ്, വലിയ തോട്ടങ്ങളായി തീർന്നു. കോട്ടൺ, ജൂട്ട് ആൻഡ് ഇൻഡിഗോ കൃഷി ചെയ്യുന്ന വലിയ പ്ലാന്റേഷൻസ്, വലിയ തോട്ടങ്ങളായി തീർന്നു. ആസ് എ റിസൾട്ട്, ഇതിന്റെ ഫലമായി ഫാമേഴ്സിന് എന്ത് സംഭവിച്ചു? ദ ഫാമേഴ്സ് ബിക്കെയിം ലാൻഡ്ലെസ്. കൃഷിക്കാർക്ക് കൃഷിസ്ഥലം ഇല്ലാതായി തീർന്നു. ആൻഡ് ദേ വെർ ഫോഴ്സ്ഡ് ടു ബിക്കം ലേബറേഴ്സ്. അങ്ങനെ അവർക്ക് കമ്പനിയുടെ കീഴിലുള്ള തൊഴിലാളികൾ ആകേണ്ടതായിട്ട് വന്നു. The farmers became landless and they were forced to become laborers under the British East India Company. ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.